ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഓഗസ്റ്റ് 1-ാം തീയതി ആയിരുന്നല്ലോ നാഷണൽ അവാർഡ് പ്രഖ്യാപനം വന്നത്. ഇനി ഈ വർഷത്തിലെ കേരള സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. നാഷണൽ അവാർഡുകൾ പ്രഖ്യാപിച്ച ഈ മാസം തന്നെ, ഓഗസ്റ്റ് മാസം തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും. നാഷണൽ അവാർഡിൽ നോമിനേഷന് വേണ്ടി പരിഗണിച്ചത് 2023 സെൻസർ ചെയ്യപ്പെട്ട സിനിമകളെയാണെങ്കിൽ കേരള സംസ്ഥാന അവാർഡിൽ കഴിഞ്ഞ വർഷം 2024 സെൻസർ ചെയ്യപ്പെട്ട സിനിമകളെയാണ് പരിഗണിക്കുക. മമ്മൂട്ടിയുടെ ഭ്രമയുഗം, ലാലേട്ടന്റെ മലിക്കോട്ടെ വാലിബൻ, അതോടൊപ്പം തന്നെ ടൊവിനോയുടെ ARM എന്ന സിനിമയിലെ പ്രകടനം, ഫഹദിന്റെ ആവേശത്തിലെ പ്രകടനം, വിജയരാഘവന്റെ കിഷ്കിന്ധകാണ്ഡം സിനിമയിലെ പ്രകടനം എല്ലാം തന്നെ മുന്നിൽ പരിഗണനയിലുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയെടുക്കാൻ സാധ്യത ആസിഫിലായിരിക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയിലെ മാത്രം ആസിഫിന്റെ പ്രകടനം അടിസ്ഥാനമാക്കിയല്ല മികച്ച നടനുള്ള അവാർഡ് ആസിഫിലെ നേടിയെടുക്കുക. മറിച്ച് ലെവൽ ക്രോസ് എന്ന കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെ വലിയ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയിലെ പ്രകടനം കൂടി ജൂറിക്ക് മുന്നിലുണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. 4 സിനിമകളാണല്ലോ വ്യത്യസ്ത പ്രകടനങ്ങളുമായിട്ട് കഴിഞ്ഞ വർഷം ആസിഫിൻ്റെതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അഡിയോസ് അമിഗോയിൽ അടക്കം മികച്ചൊരു പ്രകടനം നാം കണ്ടതാണെങ്കിൽ പോലും നിലവിൽ ലെവൽ ക്രോസും കിഷ്കിന്ധകാണ്ഡവുമാണ് ജൂറിക്ക് മുന്നിലുള്ള സിനിമകൾ എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അഡിയോസ് അമിഗോ കൂടി ആ ലിസ്റ്റിൽ വേണ്ടിയിരുന്നു എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. എങ്ങനെ നോക്കിയാലും മികച്ച നടനുള്ള പുരസ്കാരം ആസിഫ് നേടിയെടുക്കാനായിട്ട് അർഹനാണ് എന്ന് തന്നെ നമുക്ക് ആർക്കും തന്നെ തർക്കമൊന്നും തന്നെ ഉണ്ടാകില്ല. കാത്തിരിക്കാം ബിഗ് ബോസിനെ മറികടന്ന ആസിഫ് അലി ഈ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ്, കേരള സംസ്ഥാന അവാർഡ് നേടിയെടുത്തു എന്ന് അറിയുവാനായിട്ട്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കാനായിട്ട് ഇറങ്ങുന്ന ആ കേരള സംസ്ഥാന അവാർഡിന്റെ ഡേറ്റ് അറിയുവാനായിട്ട്, കൃത്യമായിട്ട് അറിയുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.